ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മോട്ടോയുടെ എഡ്ജ് സീരീസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മോട്ടോ എഡ്ജ് 50 പ്രോ എന്ന് പറയുന്ന ഫോണിനെ കുറിച്ചാണ്. അപ്പോൾ 30,000 രൂപ റേഞ്ച് വരുന്ന ഒരു ഫോണാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഫോണാണിത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഓൾറൗണ്ടർ ഫോൺ അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ, അതായത് പെർഫോമൻസിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ, അതേപോലെ ക്യാമറയിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ എല്ലാ മേഖലയിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന, ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഫോൺ ഇതാണെന്നാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോണാണ്. ഏതായാലും ഫോണിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫോണിൻ്റെ കൂടെ ഒരു സിം ഇജക്ടർ ടൂൾ വരുന്നുണ്ട്, പിന്നെ ഫോണിന് ഒരു കേസ് വന്നിട്ടുണ്ട്, പിന്നെ ഒരു നമ്മുടെ സ്ക്രീന് കർവ്ഡ് സ്ക്രീനാണ് വരുന്നത്. അതുകൊണ്ട് പ്രീ അപ്ലൈഡ് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടൊരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഫിലിമും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ചാർജർ ബോക്സിൽ വന്നിട്ടുണ്ട്. ചാർജർ തരാത്ത കമ്പനികൾക്കൊക്കെ കണ്ടു പഠിക്കാൻ പറ്റും. ഏതായാലും ചാർജറിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട്. അതായത് റാം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഫോൺ 2 വേരിയൻറ്റ് വരുന്നുണ്ട്. 8 GB റാമും വരുന്നുണ്ട്, 12 GB റാമും വരുന്നുണ്ട്. അപ്പോൾ 8 GB റാമിൽ വരുന്നത് 68 വാട്ട്സിൻ്റെ ചാർജറാണ്. 12 GB റാം വേരിയൻറ്റിൽ വരുന്നത് 125 വാട്ട്സിൻ്റെ ചാർജറാണ്. അപ്പോൾ ഇങ്ങനെ 2 വേരിയൻറ്റിൽ 2 ടൈപ്പ് ചാർജറായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഏതായാലും മോട്ടോ നമുക്ക് ചാർജർ തന്നിട്ടുണ്ട്, സന്തോഷം. പിന്നെ വേറൊരു സർപ്രൈസ് മോട്ടോ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഈ ഫോൺ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഫോണിൻ്റെ ബോക്സിൽ നിന്ന് നല്ലൊരു ഫ്രാഗ്രൻസ് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഏതായാലും സംഗതി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഫോണിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഫോണിൻ്റെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ഫ്രെയിം വരുന്നത് മെറ്റൽ ഫ്രെയിമാണ്, ഒരു പ്ലസ് പോയിൻ്റ് ആണ്. പിന്നെ ബാക്ക് വശത്ത് വീഗൻ ലെതർ ഡിസൈനാണ് വരുന്നത്. നോർമലി നമ്മൾ കണ്ടുവരുന്ന വീഗൻ ലെതർ ഡിസൈൻ അല്ല, ഒന്നും കൂടി ഒരു പ്രീമിയം ഫീൽ തരുന്ന സിലിക്കോൺ വീഗൻ ലെതർ ഡിസൈൻ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഏതാണെങ്കിലും ആ ഒരു ഡിസൈൻ ഈ ഫോണിന് നന്നായിട്ട് ഭംഗി കൂട്ടുന്നുണ്ട്. ഫോണിൻ്റെ ഒരു പ്രത്യേക എടുപ്പ് അതിലുണ്ട്, ഒരു പ്രീമിയം ഫീലിംഗ് നമുക്കതിൽ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്ക് സൈഡ് കുറച്ച് കർവ്ഡ് ആണ്, അതുപോലെ തന്നെ ഡിസ്പ്ലേയും കർവ്ഡ് ആണ്. അപ്പോൾ ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ 6.7 ഇഞ്ച് സൈസ് വരുന്ന 144 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്ന 1.5K റെസൊല്യൂഷൻ വരുന്ന HDR10+ സർട്ടിഫൈഡ് ആയ ഒരു അടിപൊളി കർവ്ഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നല്ല കളർഫുൾ ആണ്, 10 ബിറ്റ് കളേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട്. ഈ ഫോൺ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ബ്യൂട്ടിയിൽ ഈ ഡിസ്പ്ലേക്ക് എത്രത്തോളം സ്വാധീനം ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയ ഡിസ്പ്ലേ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. മാത്രമല്ല 2000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഔട്ട്സൈഡ് വിസിബിലിറ്റി ഒക്കെ പക്കയായിരിക്കും. പ്രത്യേകിച്ച് മോട്ടോയുടെ പല ഫോണുകളിലും ഡിസ്പ്ലേ നല്ല ഉഷാറായിട്ടാണ് വരൽ. ഇവിടെയും ആ പതിവ് തെറ്റിച്ചിട്ടില്ല. അപ്പോൾ ഏതാണെങ്കിലും ഫോണിൻ്റെ ബാക്ക് സൈഡും ഡിസ്പ്ലേയും കർവ്ഡ് ആയതുകൊണ്ട് തന്നെ ഫോണിൻ്റെ ഇൻഹാൻഡ് ഫീല് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 186 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് 8.19 mm ആണ്. അപ്പോൾ വെയിറ്റും തിക്നെസ്സൊക്കെ വെൽ ബാലൻസ്ഡ് ആണ്. പിന്നെ ഫോണിൻ്റെ ബിൽഡിങ്ങിൽ നമുക്ക് വേറെയും കുറേ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ചില ഫീച്ചേഴ്സ് മോട്ടോ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഫീച്ചറാണ്. അപ്പോൾ ചെറിയ ഡെപ്തിലുള്ള വെള്ളത്തിലൊക്കെ ഫോൺ സേഫാണ്. അതുപോലെ തന്നെ 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് നമുക്ക് തന്നിട്ടുണ്ട്. 30,000 രൂപ റേഞ്ചിൽ മോട്ടോ ഒരു ഫീച്ചർ തന്നതിന് നല്ലൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. മാത്രമല്ല 10 വാട്ട്സിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും മോട്ടോ ഈ ഫോണിൽ തന്നിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ കളർ വേരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 കളർ വേരിയൻസ് ആണ് വന്നിട്ടുള്ളത്. ഒരു ബ്ലാക്ക്, പിന്നെ ഒരു ബ്ലൂ, പിന്നെ ഈ ഫോണിന് സ്പെഷ്യലായിട്ടൊരു കളറും കൂടി മോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. മൂൺലൈറ്റ് പേൾ എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഏതായാലും ആ ഒരു കളറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ഡിസൈൻ ഹാൻഡ് മെയ്ഡ് ആണെന്നാണ് മോട്ടോ പറയുന്നത്. ഏതായാലും നല്ല രസമുള്ള ഒരു ഡിസൈനാണത്. ഇനി നമ്മൾ ക്യാമറ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബാക്ക് വശത്ത് 3 ലെൻസാണ് വന്നിട്ടുള്ളത്. അതിൽ മെയിനായിട്ട് 50 മെഗാ പിക്സലിൻ്റെ ഒരു ലെൻസ് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് 30 FPS 4K സപ്പോർട്ടഡ് ആണ് വിത്ത് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. അപ്പോൾ ഏതാണെങ്കിലും നല്ലൊരു ഫീച്ചറാണത്. മാത്രമല്ല രണ്ടാമത്തെ ലെൻസ് വരുന്നത് 13 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് വിത്ത് മാക്രോ ലെൻസാണ്. അതായത് ഒരേ ലെൻസ് തന്നെയാണ് അൾട്രാ വൈഡിനും മാക്രോക്കും ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. അതായത് ആ ഒരു ലെൻസിൽ നിന്നും നമ്മൾ കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്യാറില്ല. ആ ഒരു ക്വാളിറ്റി എല്ലാ ഫോണിലും കിട്ടുന്ന ആ ഒരു ക്വാളിറ്റി മോട്ടോയിലും കിട്ടുന്നുണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് വരുന്നത് 10 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസാണ് വന്നിട്ടുള്ളത്. അത് ഏതായാലും ഒരു അടിപൊളി ഫീച്ചറായി. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫീച്ചറുമായിട്ട് വരുന്ന രണ്ടാമത്തെ ഫോണാണിത്. ഇതിൻ്റെ മുമ്പ് നമ്മൾ റിയൽമി 12 Pro പ്ലസിലാണ് ഈ ഒരു ഫീച്ചർ കണ്ടത്. ഏതാണെങ്കിലും നല്ല ഫീച്ചറാണ്. നമുക്ക് പോർട്രേറ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുന്ന ആ ഒരു ഫീച്ചർ ഇവിടെ വന്നിട്ടുണ്ട്. മോട്ടോ ഫോണുകളിൽ നമ്മൾ കാര്യമായിട്ട് കണ്ടുവന്നിരുന്ന ഒരു ബിഗ് ഫ്ലോപ്പായിരുന്നു മോട്ടോയുടെ ക്യാമറ എന്നുള്ളത്.
അതായത് കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് പലപ്പോഴും മോട്ടോ ഫോണുകളുടെ ക്യാമറ എത്താറില്ല. എന്നാൽ ഈ ഫോണിൽ മോട്ടോ അത് തിരുത്തി കുറിച്ചിട്ടുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, നല്ല റിസൾട്ട്സ് ആണ് തരുന്നത്. പ്രത്യേകിച്ച് ഈ ഫോണിൻ്റെ ക്യാമറയിൽ AI സപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അതായത് ഷേക്ക് ഫ്രീ ആയിട്ടുള്ള ഫോട്ടോ എടുക്കാനും അതുപോലെ സ്റ്റെബിലൈസേഷൻ, കളർ എൻഹാൻസ്മെൻറ്റ് അങ്ങനെയുള്ള പല ഫീച്ചറും AI സപ്പോർട്ടോട് കൂടിയാണ് നടക്കുന്നത്. മാത്രമല്ല ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിലും ക്യാമറയിലും പ്രത്യേകമായൊരു കളർ കാലിബ്രേഷൻ കൂടി വന്നിട്ടുണ്ട്. അതായത് വേൾഡിൽ ആദ്യമായിട്ട് പാൻറ്റോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ട്രൂ കളർ വാലിഡേഷൻ സെറ്റപ്പ് കൂടി ഈ ഫോണിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേയിലും ക്യാമറയിലും അത് സപ്പോർട്ടഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി ഒരു റിയൽ വേൾഡ് എക്സ്പീരിയൻസ് കിട്ടുമെന്നാണ് മോട്ടോ പറയുന്നത്. അതായത് നമ്മൾ അതിൽ കാണുന്ന കളേഴ്സൊക്കെ ഒന്നും കൂടി റിയലിസ്റ്റിക് ആവും. മാത്രമല്ല നമ്മൾ സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒതൻറ്റിക്കായി വരുമെന്നാണ് മോട്ടോ അവകാശപ്പെടുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെയും മോട്ടോ നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. 50 മെഗാ പിക്സലിൻ്റെ ഒരു പഞ്ച് ഹോൾ ലെൻസാണ് നമുക്ക് ഫ്രണ്ടിൽ തന്നിട്ടുള്ളത്. അതിൽ നമുക്ക് 30 FPS 4K സപ്പോർട്ടഡ് ആണ് വിത്ത് സ്റ്റെബിലൈസേഷൻ. അപ്പോൾ രണ്ട് ക്യാമറയിലും നമുക്ക് സ്റ്റെബിലൈസേഷൻ ഫീച്ചർ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും രണ്ട് ക്യാമറയിലും നമുക്ക് മോട്ടോ അടിപൊളി കോൺഫിഗറേഷൻസ് ആണ് തന്നിട്ടുള്ളത്. മാത്രമല്ല ഈ ഫോണിലൂടെ മോട്ടോ അവരുടെ ക്യാമറ നന്നായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളോട് കിടപിടിക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്നെയാണ് ഈ ഫോണിൻ്റെ ക്യാമറയുടെ റിസൾട്ട്സും വരുന്നത്. പ്രത്യേകിച്ച് ഇതിൽ നമുക്ക് ടെലിഫോട്ടോ ലെൻസ് കൂടി തന്നതുകൊണ്ട് നല്ല കിടിലൻ പോർട്രേറ്റ് ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ട്. 4 സെപ്പറേറ്റ് ഡിസ്റ്റൻസ് തന്നെ എടുക്കാൻ പറ്റുന്ന ഓപ്ഷനൊക്കെ നമുക്ക് ക്യാമറ ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. ഏതായാലും ക്യാമറ മുമ്പ് വന്ന മോട്ടോ ഫോണുകളെക്കാൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇനി ഫോണിലെടുത്ത ഫോട്ടോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ബൊഡിക്ക് കളർ അധികമുള്ള പോലെയാണ്. അതായത് സാച്ചുറേഷൻ ലേശം അധികമാണ്. അത് മോശമെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ് പോലെയാണ് എനിക്ക് തോന്നിയത്. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് ക്യാമറ വിശേഷങ്ങൾ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ക്യാമറ നല്ല റിസൾട്ടാണ് തരുന്നത്. ഇനി നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 14 തന്നെയാണ് ഫോൺ വന്നിട്ടുള്ളത്. പിന്നെ UI പക്ക ക്ലീൻ ആണ്. ബ്ലോട്ട് വെയർസോ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഒന്നും മോട്ടോ തന്നിട്ടില്ല. മോട്ടോയുടെ ആ ഒരു യൂണീക്ക്നെസ് മോട്ടോ ഈ ഫോണിലും കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും മോട്ടോ പ്രോമിസ് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുമ്പോഴാണ് മോട്ടോനെ കുറിച്ച് ചെറിയൊരു പേടിയുള്ളത്. അതായത് സമയത്ത് അപ്ഡേറ്റ്സ് പലപ്പോഴും കിട്ടാറില്ല. അപ്പോൾ ഏതാണെങ്കിലും ഈ ഫോണിൽ അവർ നന്നായിട്ട് തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഫോണിൻ്റെ UI പുതിയൊരു പേരിലാണ് മോട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, ഹെലോ UI എന്ന പേരിൽ. അപ്പോൾ ഇനി വരുന്ന ഫോണിലൊക്കെ ഒരു പക്ഷേ ഈ ഒരു പേരിലായിരിക്കും മോട്ടോയുടെ UI അറിയപ്പെടുക എന്ന് വിചാരിക്കാം. ഏതായാലും കുറച്ച് കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ മോട്ടോ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ് കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. ഏറ്റവും ടോപ്പ് വേരിയൻറ്റിലുള്ള ചിപ്സെറ്റ് അല്ല, എന്നാൽ മീഡിയം സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല ചിപ്സെറ്റാണ്. പിന്നെ ലോകത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ചിപ്സെറ്റ് വന്ന ഒരു ഫോണ് ഇത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ നിലവിൽ ഈ ചിപ്സെറ്റിൽ അവൈലബിൾ ആയ മറ്റൊരു ഫോണ് OnePlus Nord CE 4 ആണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന അത്യാവശ്യം നല്ല ചിപ്സെറ്റ് ഇത് തന്നെയാണ്. പിന്നെ ഈ ഒരു പ്രൈസിൻ്റെ ഉള്ളിൽ ഇതിനേക്കാളും നല്ലൊരു ചിപ്സെറ്റ് വന്ന ഒരു ഫോൺ ഉണ്ടെങ്കിൽ അത് മിക്കവാറും പോക്കോൻ്റെ X6 Pro മാത്രമായിരിക്കും. അപ്പോൾ ഏതാണെങ്കിലും 8 ലക്ഷത്തിൻ്റെ മുകളിൽ AnTuTu സ്കോറൊക്കെ വരുന്ന അത്യാവശ്യം നല്ലൊരു ചിപ്സെറ്റാണ്. സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇതൊരു ഗെയിമിംഗ് ഫോണല്ല, എന്നാലും കുഴപ്പമില്ലാതെ ഗെയിമിംഗ് ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ റാം വരുന്നത് LPDDR4X ആണ്. പിന്നെ സ്റ്റോറേജ് വന്നിട്ടുള്ളത് UFS 2.2 ആണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോണിൻ്റെ ഏക പ്രശ്നം. എനിക്ക് ഈ ഫോണിൽ ആകെ എടുത്ത് പറയാനുള്ള ഒരു മൈനസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റോറേജിൻ്റെ വിഷയമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എക്സ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റോറേജ് വേരിയൻ്റ് അല്ല നമുക്കിവിടെ തന്നിട്ടുള്ളത്. ശരിക്കും UFS 3.1 എങ്കിലും തരണമായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മോട്ടോയോട് തീർത്തും വിയോജിപ്പുണ്ട്. മാത്രമല്ല മോട്ടോ ഇത്രയും നല്ലൊരു ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോണിൽ എന്തെങ്കിലുമൊക്കെ ഒരു മൈനസ് കൊണ്ടുവരണ്ടേ എന്ന് വിചാരിച്ച് കൊണ്ടുവന്ന പോലെ ഉണ്ട്. അപ്പോൾ ഏതാണെങ്കിലും ഇങ്ങനെയാണ് ഫോണിൻ്റെ പെർഫോമൻസ് ഡീറ്റെയിൽസ് വരുന്നത്. ഇനി ഫോണിൻ്റെ ബാറ്ററി ആൻഡ് ചാർജിങ് സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ 4500 mAh ബാറ്ററിയാണ് നമുക്ക് ഫോണിൽ വന്നിട്ടുള്ളത്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാർജർ നമുക്ക് 2 വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. കുറഞ്ഞ വേരിയൻ്റ് എടുക്കുമ്പോൾ 68 വാട്ട്സും കൂടിയ വേരിയൻ്റ് എടുക്കുമ്പോൾ നമുക്ക് 125 വാട്ട്സിൻ്റെ ചാർജർ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും ചാർജിങ് നല്ല സ്പീഡ് ഉള്ളത് കൊണ്ട് തന്നെ ബാറ്ററി 5000 mAh ഇല്ല എന്നുള്ളതൊരു ചെറിയ കുറവാണ്. എന്നിരുന്നാലും 4500 mAh കൊണ്ട് നമുക്ക് വൺ ഡേ ഒരു നോർമൽ യൂസിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത്രയും നല്ല ഫാസ്റ്റ് ചാർജർ ഉള്ളതുകൊണ്ട് അതൊരു വലിയ മൈനസ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ചാർജറിൻ്റെ കൂടെ നമുക്ക് C2C കേബിളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ചാർജിങ് പോർട്ട് USB 3.1 ആണ്, അതും നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ഫോണിൽ നമുക്ക് തന്ന എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ NFC വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വയർലെസ് ചാർജിങ് വന്നിട്ടുണ്ട്. പിന്നെ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഫീച്ചറും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ ബിൽഡിംഗ് ക്വാളിറ്റിയിൽ വന്ന പ്ലസ് പോയിന്റ്സ് ആയിട്ട് കണക്കാക്കാൻ പറ്റുന്നതാണ്.
അപ്പോൾ ഏതായാലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 30,000 രൂപയിൽ വരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഫോണാണിത്. മോട്ടോ എഡ്ജ് 50 പ്രോ എന്ന് പറയുന്ന ഈ ഒരു ഫോണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് ഫോണുകളെക്കാളും ഞാൻ ഈ ഫോണിന് മുൻതൂക്കം കൊടുക്കാൻ കാരണം ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ റിയൽമി 12 പ്രോ പ്ലസ് ആണ്. അപ്പോൾ അതിൽ വന്ന പ്രോസസ്സർ സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 2 ആണ്. ഇവിടെ 7 Gen 3 ആണ്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ അതിൽ ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്, ഇവിടെയും ഉണ്ട്. പക്ഷേ ബിൽഡിംഗ് ക്വാളിറ്റി ഈ ഒരു ഫോണിൻ്റെ ലെവലിലേക്ക് എത്തുന്നില്ല. കാരണം ഇവിടെ വയർലെസ് ചാർജിങ്, അതുപോലെ തന്നെ IP68 റേറ്റിംഗ് എല്ലാം വന്നിട്ടുണ്ട്. അതൊന്നും അവിടെ നമുക്ക് വന്നിട്ടില്ല. രണ്ടാമത്തെ ഫോൺ എന്ന് പറഞ്ഞാൽ റെഡ്മി നോട്ട് 13 പ്രോ പ്ലസ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് ബിൽഡിംഗ് ക്വാളിറ്റി ഏറെക്കുറെ ഈ ഒരു ലെവലിൽ വന്നിട്ടുണ്ട്. എന്നാലും പ്രോസസ്സറിൽ അവിടെയും MediaTek Dimensity 7200 എന്ന പ്രോസസ്സറാണ്. അതിനേക്കാളും മേലെ നിൽക്കുന്ന പ്രോസസ്സറാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആണ്. രണ്ടാമത്തത് ക്യാമറയിൽ വന്ന ടെലിഫോട്ടോ ലെൻസ്, അതൊന്നും അവിടെ ഇല്ല. മാത്രമല്ല ക്യാമറ ക്വാളിറ്റിയും തന്നെ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ക്വാളിറ്റിയിലേക്ക് ഒരിക്കലും റെഡ്മിയുടെ ആ ഒരു ലെൻസ് എത്തൂല. അത് സാംസങ്ങിൻ്റെ 200 മെഗാ പിക്സലിൻ്റെ ലെൻസാണ്. പിന്നെ മറ്റൊരു ഫോണ് OnePlus Nord CE4 ആണ്. 24,000 രൂപ റേഞ്ചിൽ വന്നൊരു ഫോണാണ്. അതിനെ ഈ ഫോണുമായിട്ട് കമ്പയർ ചെയ്തിട്ടല്ല ഞാനിവിടെ പറയുന്നത്, മറിച്ച് ഈ ഫോണിൽ വന്ന സെയിം പ്രോസസ്സർ ആ ഫോണിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞ പോലെ 30,000 രൂപ റേഞ്ചിൽ കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഫോണാണിത്. നിങ്ങളൊരു ഓൾറൗണ്ടർ ഫോണാണ് അന്വേഷിക്കുന്നതെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഫോൺ ഇതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മോട്ടോ എഡ്ജ് 50 പ്രോയെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.